തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭ്യമാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക്. ശക്തമായ തിരയുണ്ടാകുന്നതിനിടെയാണ് ഈ വള്ളങ്ങൾ മറിഞ്ഞു പോകുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് വരുമ്പോഴും മത്സ്യബന്ധനത്തിന് പോകുമ്പോഴും ഒക്കെ ഇതിനിരയാവുകയാണ് മുതലപ്പുഴയിലൂടെ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾ. രണ്ടാമത്തെ തവണ തിര ആഞ്ഞു വീശിയപ്പോഴാണ് ഈ വള്ളം മറിഞ്ഞത് എന്ന് നേരത്തെ അവിടെ നിന്നുണ്ടായിരുന്ന നാട്ടുകാർ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. രാഹുൽ ജി നാഥ് വിവരങ്ങൾ നൽകും. രാഹുൽ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ജീവൻ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് വിഴിഞ്ഞത്ത് മുതലപ്പുഴയിലൂടെ മത്സ്യബന്ധന തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നതും തിരികെ വരികയും ചെയ്യുന്നത്. ഒരു തവണ രക്ഷപ്പെടുന്നു, രണ്ടാമത്തെ തവണ വീണു പോകുന്നു. രാഹുൽ, മാധു, അത് തന്നെയാണ് സാഹചര്യം. ഇത് ഏത് തവണയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പോകുന്നത്. അപ്പോൾ ആദ്യ തിര കഴിഞ്ഞ് രണ്ടാമത്തെ തിരയിൽ തീരത്തേക്ക് എത്താമെന്ന പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും പോകുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ സാഹചര്യങ്ങളെല്ലാം ശരിയാണ്, ഞങ്ങൾ ഇത് വളരെ സുരക്ഷിതമായ ഇടമാണെന്ന് പറഞ്ഞല്ല പോകുന്നത്. ഉപജീവനത്തിന് വേണ്ടിയാണ് പോകുന്നത്. രണ്ട് അപകടങ്ങളുണ്ടായി. നമ്മളിപ്പോൾ കണ്ടത് 5:30 മണിക്കുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. ആ ബോട്ടിലുണ്ടായിരുന്ന സ്റ്റാലിൻ, അദ്ദേഹം നീന്തി രക്ഷപ്പെട്ടു. അപ്പോൾ 5:30 മണിക്കുണ്ടായ അപകടത്തിന്റെ ദൃശ്യം തന്നെ എത്രമാത്രം ഭീകരമാണ്. ഈ ആദ്യമുണ്ടായ അപകടത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. ആ ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ കാണാം. തട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ് ആ ബോട്ട്. 5:30 മണിക്കുള്ള അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് മാധു നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ 5:30 മണിക്ക് ആ ബോട്ടിൽ നിന്ന് ആളെ രക്ഷിച്ച ജോസ് എന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളി നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എങ്ങനെയായിരുന്നു അപകടം? രാവിലെ 5:30 മണിക്ക് ബോട്ട് പുറത്തോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു തിരമാല വന്ന് തട്ടി ബോട്ട് മറിഞ്ഞു. ആള് നല്ല കയ്യിലേക്ക് ആക്കി നല്ല പരിക്ക് സംഭവിച്ചു. ആള് നീന്തി മാറി കുറച്ചോട്ട് പടിഞ്ഞാറോട്ട് ഒഴുകി മാറി. ബോട്ട് കരയ്ക്കും കിടന്ന് ആള് പുറയിലോട്ട് കുറെ പടിഞ്ഞാറോട്ട് ഒഴുകി മാറിപ്പോയി. പിന്നെ ഞാൻ ജീവൻ പടിഞ്ഞാറ് കടലിൽ കിടക്കുന്നുള്ള ഒരു ഇതിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ കല്ലിന്റെ അടുത്ത് തന്നെ ബോട്ടിൽ കിടക്കുകയാണ്. ഞാൻ അടുത്ത് കല്ലിന്റെ സൈഡ് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഞാനും പടിഞ്ഞാറോട്ട് ഇറങ്ങി ഞാൻ പെട്ടെന്ന് പോയി ആളെ രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ ബോട്ട് എടുത്തിട്ട് തിരിച്ച് എല്ലാം റെസ്ക്യൂ എല്ലാം കഴിഞ്ഞ് ബോട്ട് മലർത്തി ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ചെയ്തത്. ഒറ്റയ്ക്ക് തന്നെയാണ് ബോട്ട് മലർത്തി കരയ്ക്ക് കൊണ്ടുവന്ന് നേരെ റെസ്ക്യൂ ബോട്ട് ഇവിടെ കിടപ്പുണ്ട്. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ടുകാർക്കടുത്ത് ചോദിച്ചാൽ പറയുന്നത് എഞ്ചിൻ തകരാറിലാണെന്ന് പറഞ്ഞു. അത് ആദ്യത്തെ തിര കഴിഞ്ഞ് രണ്ടാമത്തെ തിരയിലാണല്ലോ ഇത് മൊത്തം മാറി. അതെ, രണ്ടാമത്തെ തിരയിലാണ് ഈ ബോട്ട് മൊത്തത്തിൽ മറിയുന്നത്. എങ്കിൽ നമ്മൾ എല്ലാം കഴിഞ്ഞ് റെസ്ക്യൂ കഴിഞ്ഞ് ലാസ്റ്റിൽ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ വാടകത്തോണി അവിടെ കിടപ്പുണ്ട്. ചോദിച്ചാൽ പറയുന്നത് എഞ്ചിൻ തകരാറാണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ചോദിച്ചാൽ പറയുന്നത് ഇതിന്റെ ബോട്ടിന്റെ ഡ്രൈവറോടെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് പോയാണ് രക്ഷപ്പെടുന്നത്. ഒറ്റയ്ക്ക് പോയാൽ റെസ്ക്യൂ ചെയ്തത്. അതായത് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ടുകളൊന്നും രക്ഷപ്പെടുത്താൻ വന്നില്ല എന്നാണ് ആ കാര്യം. നേരം എടുത്ത് 5:30 മണി കഴിഞ്ഞ് വരുന്ന പിന്നെ നമുക്ക് അവർ ഏത് പ്രതികൂല കാലാവസ്ഥയിൽ അവർ പോകാൻ തയ്യാറാണെന്നുള്ള ഒരു ഇതിലാണ് വാടകത്തോണി എടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ പോലും അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ആവശ്യമില്ലല്ലോ. അവരോട് ചോദിച്ചപ്പോൾ പറയും എഞ്ചിൻ തകരാറാണെന്ന് പറഞ്ഞു. ഞാൻ എഡിനെ വിളിച്ച് ചോദിച്ചപ്പോൾ എഡി പറയുന്നു അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നാണ് എഡി പറയുന്നത്. എത്ര ഡ്രൈവർമാരുണ്ട്? ഒരു ബോട്ടിന് ഒരു വാടകത്തോണിയിൽ 2 ഡ്രൈവർമാർ നിർബന്ധമായിട്ട് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അത് വളരെ ഗൗരവകരമായ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഉറ്റവനായാലും പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മത്സ്യത്തൊഴിലാളി തന്നെയാണ് 5:30 മണിക്ക് ബോട്ടുമായി പുറത്തിറങ്ങിയത്. തിരിച്ച് രക്ഷപ്പെടുത്തിയ എൻഫോഴ്സ്മെന്റ്, അതായത് ഇവർ രക്ഷിക്കേണ്ട ചുമതലയുള്ള മറൈൻ എൻഫോഴ്സ്മെന്റുകാരോട് ചോദിച്ചപ്പോൾ എഞ്ചിൻ തകരാറാണെന്നുള്ള ന്യായമാണ് അവർ പറഞ്ഞത്. അതുകൂടാതെ 2 ഡ്രൈവർമാർ ഉൾപ്പെടെ വേണ്ട ഒരു സാഹചര്യമാണ്. നിലവിലെ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരം പറയുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഈ സംരക്ഷണം നൽകേണ്ട ആളുകളുടെ ജാഗ്രത കുറവ്. മിക്കവാറും എല്ലാ ദിവസവും ഒരു മാസത്തിൽ ഒരിക്കൽ വെച്ച് ഇത്തരം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആളുകൾ മരിക്കുന്നുണ്ട്. തകരാറായ എഞ്ചിൻ കൊണ്ട് എന്ത് കാണാനാണ് ഇവരവിടെ പോയി കിടക്കുന്നത്? അതാണ് മാധു, നോക്കൂ ആ ദൃശ്യങ്ങൾ. ഈ ജോസ് എന്ന് പറഞ്ഞ ഇദ്ദേഹം ഇവിടെ 5:30 മണിക്ക് ഈ ബോട്ടുമായി ഇവിടെ നിന്നില്ലായിരുന്നെങ്കിൽ ഈ സ്റ്റാലിൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് നീന്തി രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം പോലും വരുന്നുണ്ട്. അദ്ദേഹം കാണുന്നു ആദ്യ തിര കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴാണ് രണ്ടാം തിര ഈ വള്ളത്തെ മറിച്ചിടുന്നത്. അത് കണ്ട ഉടനെ ഇദ്ദേഹം വിളിച്ച് കൂവുന്നുണ്ട്. ആളുകൾ ആരും കേൾക്കുന്നില്ല. മറ്റാരുടെയും സഹായത്തിന് നിൽക്കാതെ ഇദ്ദേഹമാണ് പോകുന്നത്. പോയി കഴിഞ്ഞ് ഈ കാര്യം അറിയിക്കാൻ പോയപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ മറൈൻ എൻഫോഴ്സ്മെന്റുകാർ ഉൾപ്പെടെ അത്തരത്തിലൊരു ന്യായം പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ജാഗ്രത കുറവ് നിരന്തരം ഇവരുടെ ഭാഗത്തുനിന്നല്ല പറയുന്നത്. നമ്മൾ ഒരു ശ്രദ്ധക്കുറവ്, അത്രേ ഒരു ശ്രദ്ധക്കുറവിന്റെ ഒരു ഇതാണ് ഇത് മെയിനായിട്ട് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് മെയിനായിട്ടുള്ള ടാർഗറ്റ്. കാര്യം വെച്ചാൽ ഇവർ അല്ലെന്നുണ്ടെങ്കിൽ അതിന് അത്രയും ശ്രദ്ധയോടെ ഇവർ ആളെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പോകുമായിരുന്നു. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വിഴിഞ്ഞം ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ ഇവിടെ ബോട്ട് ഓടിക്കാൻ നിർത്തിയിട്ട് കാര്യമില്ല. കാര്യം അതിന് മരിനാട്, പുതുക്കുറിച്ചി
ഈ അഞ്ചുതെങ്ങ് ആ ഭാഗത്തുള്ള വ്യക്തികളെ ഡ്രൈവറായിട്ട് നിർത്തിയാൽ മാത്രമേ അവർ മനസ്സുറച്ച് ഇതിനോട്ട് റെസ്ക്യൂ ചെയ്യാൻ പോവുള്ളൂ. അല്ലാതെ വിഴിഞ്ഞത്ത് നടക്കുന്ന ആൾക്കാരെ കൊണ്ട് എന്തായാലും ഇവിടെ കണ്ടിട്ട് ഓടിക്കില്ല. ഏത് സ്ഥലത്തുള്ള ഡ്രൈവർമാരുള്ളത്? ഇതിലിപ്പോൾ വിഴിഞ്ഞത്തുള്ള ഡ്രൈവർമാരാണ് എടുത്തിട്ടേക്കുന്നത്. എങ്കിൽ നമ്മൾ പറയുന്ന മുതലപ്പൊഴിയിൽ സാഹചര്യമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതികൂല കാലാവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഇന്നിപ്പോൾ ബോട്ട് മറിഞ്ഞാൽ ഒരു ജീവന്റെ വില എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പോകും. ശരി, രാഹുൽ ജി നൽകിയത് പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കും എന്നുള്ള ഭയം കൊണ്ട് അവനവന്റെ ജീവൻ കൂടി പണയപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്ന സാധാരണക്കാരുടെ ആത്മധൈര്യത്തിന്റെ പേരിലാണ് ചിലരെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ വരുന്നത് എന്നുള്ളതാണ്.